നമസ്കാരം. പറഞ്ഞു നടക്കുന്ന ആളുകളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇസ്ലാമികമായ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഷാഹിനയെ പോലെ ഒരു യുവതിയെ ഈ വാർഡിനെ സേവിക്കാൻ പറ്റിയ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷാഹിന ഇവിടെ മത്സരിക്കാൻ വരുന്നത് കേവലം ഒരു മെമ്പറായി നിൽക്കാൻ. ഇതിപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വോട്ട് അഭ്യർത്ഥനയാണോ അതോ ഏതെങ്കിലും മദ്രസയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ? അല്ല, ശരിക്കും സംശയം അവിടെ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായിട്ടുള്ള യുവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, ഖുറാനിലെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടാണ്, മതവിശ്വാസമൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വനിതാ സംഗമം മഹിളാ സംഗമം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സംഗതി. ഇതിപ്പോൾ ഏത് പാർട്ടിയാണ്? അവിടെ ആ സംസാരിക്കുന്ന ആളുടെ മുന്നിലെ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ണാടി കാണും. കണ്ണാടി SDP-യുടെ സുഡാപ്പികളുടെ ചിഹ്നമാണ്. പക്ഷേ ആ പുറകിലത്തെ ഫ്ലെക്സിൽ ആ ബാനറിൽ നോക്കിക്കഴിഞ്ഞാൽ കോണിയാണ് കാണുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണോ? ഇതിപ്പോൾ മുസ്ലിം ലീഗാണോ സുഡാപ്പിയാണോ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കിടപ്പ് വശം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞുകൊണ്ടുള്ള ഈ വോട്ട് അഭ്യർത്ഥനയൊക്കെ ശരിക്കും വിലക്കിയിരിക്കുന്നൊരു കാര്യമാണ്. നിയമപരമായിട്ട് തന്നെ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഈ പ്രഭുത്വ കേരളത്തിൽ കരുനാഗപ്പള്ളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരുനാഗപ്പള്ളിയിലാണ് മതം പറഞ്ഞുകൊണ്ട്, മതവും വിശ്വാസവും പറഞ്ഞുകൊണ്ട് ഇതാ കുറച്ച് ചാക്കുകെട്ടുകളൊക്കെ ഇരുത്തിക്കൊണ്ട് ഈ വോട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നീതിന്യായ വ്യവസ്ഥയും നിയമപാലകരും ഒന്നും ഇല്ലേ എന്നൊരു സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ടാകും. ഉറപ്പായിട്ടും പറയാം, ഇത്തരം അഭ്യാസമൊന്നും ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ഒന്നും നടക്കാൻ പോലില്ല. ഇങ്ങനെ ഈ മതം പറഞ്ഞിട്ടാണ് ഈ വോട്ട് ചോദിക്കുന്നെങ്കിൽ അവർ അടുത്ത മണിക്കൂർ തന്നെ മിക്കവാറും അറസ്റ്റ് ചെയ്യപ്പെടുകയും അകത്താവുകയും ചെയ്യും. ഇവിടെ ഈ പ്രഭുത്വ കേരളത്തിൽ ഇതാ മതം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരിക്കുക. അപ്പോൾ അതുപോലുള്ള ആളുകളെ വേണം നിങ്ങൾ വോട്ട് നൽകാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, മുമ്പ് ഈ ചില പള്ളികളിലുമൊക്കെ ഇടയലേഖനം പോലെയൊക്കെ വളരെ രഹസ്യമായിട്ട്, ഇന്നിപ്പം രഹസ്യമായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടായതുകൊണ്ട് ഒതുക്കത്തിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. മുമ്പൊക്കെ ഒരു പാർട്ടിക്ക് മാത്രം അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രം വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന അവരുടെ ഇടയിൽ പോലും ഇന്നിപ്പോൾ പല പാർട്ടിക്കാരായിട്ടുള്ള അനുയായികളുണ്ട്. അതിനാൽ അവിടെ അത്തരം കലാപരിപാടി ഒന്നും ഇപ്പോൾ നടക്കില്ല. പക്ഷേ ഇവരെ നോക്കുക, അത് SDP ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇനി PDP ആയിക്കോട്ടെ, അവർക്കത് വിഷയമല്ല. അവരുടെ മതസ്ഥയായാൽ മതി, അവർക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കും. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. നല്ല പച്ച മലയാളത്തിലാണ്, കേരളത്തിലാണ്, പ്രബുദ്ധ കേരളത്തിലെ കരുനാഗപ്പള്ളി പോലൊരു സ്ഥലത്താണ് മതം ചോദിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച. ഈ ഒരു കാര്യം പറഞ്ഞു, അതായത് ശബരിമലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാർഡടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ തോറ്റ MLA ഉണ്ടല്ലോ, M സ്വരാജ് അവിടെ ജയിച്ച ആൾക്കെതിരെ ഇത്ര കാലവും കേസ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ഓർക്കുക, K ബാബുവിനെതിരെ. ആ കേസൊക്കെ തോറ്റു. പക്ഷേ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് തെരഞ്ഞെടുപ്പിന് തലേൻ്റെ തലേദിവസമോ ഈ ശബരിമലയിൽ ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഇവർ കാർഡ് അടിച്ച് എല്ലാ വീട്ടിലും കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് എന്നെ തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ സുപ്രീം കോടതി വരെ കേസും പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇവിടെ കേസ് നടന്നിട്ടുള്ളതാണ്. ആ സ്ഥാനത്താണ് ഇത് പച്ചയ്ക്ക് ഒരു യോഗം വിളിച്ചിട്ട് പച്ചയ്ക്ക് ഇത് 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നമ്മുടെ ആളാണ്, നമ്മുടെ മതത്തിലുള്ള ആളാണ്, ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്, ആളെ ജയിപ്പിക്കണം, ആളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ തരത്തിൽ ഒരു പ്രചരണം നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം പോലും കൊടുക്കാതെ പിടിച്ചകത്തിടേണ്ട കേസാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് കൂടിയും ഇവിടുത്തെ സർക്കാരുകളോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ ഒന്നും ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.